ജോർജിയയിൽ പഠിക്കാൻ വരുന്നതായാലും സെറ്റിലാവാൻ വരുന്ന ആൾക്കാരായാലും ഇത് ഈ വീഡിയോ കണ്ടിട്ട് വേണ്ടി മാത്രമേ നിങ്ങൾ വരാവൂ. എത്രയാണ് ഇവിടെ ഒരു മാസം ചിലവാകുന്നതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു മാസം എത്ര ചിലവാകും എന്നെല്ലാം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മന്ത്ലി എക്സ്പെൻസിനെ പറ്റിയാണ്. ജോർജിയയിൽ ഇവിടെ സെറ്റിലാവാൻ വരണവരായാലും ഇവിടെ പഠിക്കാൻ വരണവരായാലും ഒരു മാസം എനിക്ക് എത്രയാണ്, അല്ലെങ്കിൽ ഏകദേശം എത്ര വേണം എന്നെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിലോട്ട് പറയാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് പലരും അറിയാതെ ഇവിടെ കയറി ഓടി വരും, അപ്പോൾ അവരെല്ലാം കൂടെ പെട്ടുപോകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. സ്കിപ്പ് ചെയ്യല്, ഫുള്ള് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഓരോ പോയിൻ്റായിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉള്ള മറുപടികൾ ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ് റെൻറ്റ്. ഇവിടുത്തെ റെൻറ്റാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഏകദേശം നല്ല ഡോളർ കണക്കാണ്. 500 ഡോളർ ഫ്ലാറ്റ്, $400 ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 40,000 രൂപ ഒരു മാസം. അങ്ങനെയൊക്കെയാണ് ഓരോ ഫ്ലാറ്റുകൾ. പിന്നെ ആൾക്കാരും ഫ്രണ്ട്സൊക്കെ നിൽക്കണമെങ്കിൽ വേറെ കുഴപ്പമില്ല, ഡിവൈഡ് ചെയ്ത് അങ്ങനെയൊക്കെ എടുക്കാം. ഇപ്പോൾ 2-3 പേരൊക്കെ നിൽക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ രണ്ട് മാത്രം ഏകദേശം വരുന്നത്, ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് $200 ഇപ്പോൾ 2-3 പേര് 4 പേരുണ്ടെങ്കിലും നമുക്ക് വലിയൊരു അപ്പാർട്ട്മെൻറ്റാണ് എടുത്തിരിക്കുന്നത്. അത് കാരണം ഒരാൾ $200 കൊടുക്കണം. 16,000 രൂപ ഏകദേശം നാട്ടിലെ വരുന്നുണ്ട്. അത് തന്നെ നല്ല പൈസയാണ്. ഇവിടുത്തെ റെൻ്റാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നം. പിന്നെ ഇപ്പം നമ്മളെ ലൊക്കേഷൻ അനുസരിച്ച് ഓരോന്ന് മാറിക്കൊണ്ടിരിക്കും. സിറ്റി സെൻറ്റർ ആണെങ്കിൽ നല്ല കോസ്റ്റ്ലിയാണ്. അല്ലാതെ സൈഡ് എടുക്കണമെങ്കിൽ അത് ഓരോ അപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഓൾഡ് അപ്പാർട്ട്മെൻറ്റും ഉണ്ട്, ന്യൂ ബിൽഡിങ്ങും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം. സൂക്ഷിച്ച് നോക്കിയാലും ഇവിടെ കുറച്ച് എക്സ്പെൻസ് ആണ് റെൻറ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ നല്ല ഷെയറിങ്, ഞാൻ പറഞ്ഞ പോലെ ഷെയറിങ് ആണെങ്കിൽ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അങ്ങനെയാണ് ഇവിടുത്തെ റെൻറ്റിൻ്റെ കാര്യം വരുന്നത്. റെൻറ്റ് കമ്പാരിറ്റീവ്ലി നോക്കണമെങ്കിൽ കുറച്ച് കൂടുതലായി. പിന്നെ ഉക്രൈനിൽ പഠിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ഉക്രൈനിലൊക്കെ നല്ല ചീപ്പായിരുന്നു, പക്ഷേ ഇവിടെ വന്നാൽ കുറച്ച് കൂടുതലാണ്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും രണ്ടാമത്തെ പോയിന്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഫുഡ്. ഇവിടെ ഫുഡിനായിട്ട് എത്ര രൂപ ചിലവാകും? ഡിപ്പെൻസ് ഓൺ കുക്കിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ എത്ര കുക്ക് ചെയ്താൽ അത്ര പൈസ നമുക്ക് പോകില്ല. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്നൊക്കെ കഴിക്കാനും ബാക്കിയെല്ലാം കൂടെ നോക്കണമെങ്കിൽ നല്ല രീതിയിൽ ഇതാവും. ഇപ്പം കുക്ക് ചെയ്താൽ കുറയില്ല. ഇപ്പോൾ പുറത്ത് കഴിച്ചാൽ നല്ല രീതിയിൽ ചിലവാകും നമ്മളെ കയ്യിൽ നിന്ന്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇപ്പോൾ കുക്ക് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 20,000 രൂപ ഒരു മാസമൊക്കെ ഇട്ടാൽ നമുക്ക് എങ്ങനെയൊക്കെ പോവാം. പക്ഷേ കുറവാണ് ഇവിടെ കമ്പാരിറ്റീവ്ലി. ഒരു 30-35 രൂപയെങ്കിലും വേണം. ഇവിടെ ഇപ്പോൾ നല്ല വില കയറിക്കൊണ്ടിരിക്കുകയാണ്. വാറ് കാരണം ഡോളറിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം കുറയുന്നു. കുക്ക് ചെയ്താൽ നമുക്ക് എങ്ങനെയും പോകാം കേട്ടോ. ബാക്കിയൊക്കെ എല്ലാ ദിവസവും കുക്ക് ചെയ്യണം. വെളിയിൽ നിന്നൊന്നും കഴിക്കാതിരുന്നാൽ നമുക്ക് അതെന്തായാലും പറ്റൂല. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഒട്ടും പറ്റൂല. അത് കാരണം എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിലും പറ്റും. 1-2 പ്രാവശ്യമൊക്കെ കഴിക്കാനൊക്കെ പറ്റിയാലും കുഴപ്പമില്ല. പക്ഷേ അതനുസരിച്ചായിരിക്കും നല്ല എമൗണ്ട് പോവും. വെളിയിൽ നിന്നൊക്കെ കഴിച്ചാൽ നല്ല പൈസയാണ്. അങ്ങനെ ഇവിടുത്തെ ഫുഡുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ലോക്കൽ ഫുഡ് അത് ഞാൻ ചെയ്തിട്ടില്ല, അത് ഒരു ദിവസം വീഡിയോ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ വില കുറവാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഉള്ളി കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ വേറെ പ്രശ്നമില്ല. അതുകൊണ്ട് ഒരു അപ്രോക്സ് ജെല്ല് പറയാനെന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറ്റൂല. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ പിടിച്ചു പോണത് പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ പിന്നെ പറയാം. മൂന്നാമത്തെ എല്ലാവർക്കും ഡൗട്ടുള്ള ട്രാൻസ്പോർട്ടാണ്. ഇവിടുത്തെ ഏറ്റവും ചീപ്പും കാര്യങ്ങളും എല്ലാം ട്രാൻസ്പോർട്ട് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും എനിക്ക് ഫീൽ ആയിട്ടില്ല. ട്രാൻസ്പോർട്ട് ഇവിടെ ചീപ്പാണ്, നല്ല കമ്പയർഡ് ടു ഇന്ത്യയിൽ നോക്കിയാലും ചീപ്പാണ്. ബസ് മെട്രോ യൂസ് ചെയ്താൽ വളരെ കുറവാണ്. അത് ശരിയാണ്. സ്റ്റുഡൻ്റ് ആണെങ്കിൽ പിന്നെ ഒന്നും പറയില്ല, നല്ല കുറവാണ്. പക്ഷേ നാട്ടിൽ വില വെച്ച് നോക്കണമെങ്കിൽ ഒരു 6 അങ്ങനെയൊക്കെ ആവും. പക്ഷെ എന്നാലും ഇവിടത്തെ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടത്തെ നോക്കാം. അപ്പം ഇവിടെ അത് ചീപ്പാണ്. ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിലൊന്നും പറയാനൊന്നുമില്ല. അതൊക്കെ മന്ത്ലി അങ്ങനെ അത്ര പൈസയൊന്നും ആവില്ല. ഒരു നാട്ടിലെ ഒരു 200 അങ്ങനെയൊക്കെ ആവുള്ളൂ. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ പോയാലും 300-500 അകത്തൊക്കെ ആവുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ചീപ്പാണ്. അതാണ് ട്രാൻസ്പോർട്ടിനെ പറ്റി പറയാം. പിന്നെ ടാക്സി കാര്യങ്ങൾ എടുക്കണമെങ്കിൽ അത് അതിൻ്റേതായ വില ഉണ്ട്, എന്നാലും ചീപ്പാണ്. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും ഇൻ്റർനെറ്റും സിമ്മും. അത് ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ആണെങ്കിൽ വൈഫൈ ഉണ്ട്, അത് ഷെയർ ചെയ്തെടുത്താൽ ലാഭം. അല്ലെങ്കിൽ ഏകദേശം ഓരോ കമ്പനി 3-4 കമ്പനികളുണ്ട്. ഞാനിപ്പോൾ സിൽക്ക് നെറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അതിൽ 44 ഓരോ റേറ്റിലുണ്ട്. നമ്മളെ സ്പീഡ് കൂട്ടാൻ, MBPS കൂട്ടാനും കാര്യങ്ങളെല്ലാം
അപ്പം അതനുസരിച്ച് സ്പീഡ് കൂട്ടണമെങ്കിൽ ഓരോ വില മാറും. ഇപ്പം ഞാൻ 44 ജെല്ലിനാണ് എടുത്തിരിക്കുന്നത്. 44 ജെല്ല് എന്ന് പറയുമ്പോൾ ഏകദേശം നാട്ടിൽ 1500 രൂപ അടുപ്പിച്ചുണ്ട്. അപ്പോൾ അത്രയാണ് ഇവിടുത്തെ ഏകദേശം വില. പിന്നെ സിമ്മ് വരുന്നത് അതും ഡിപ്പെൻഡാണ്. 20 പിന്നെ 30 അങ്ങനെയൊക്കെയാണ് സിമ്മ്. 900-1000 രൂപയ്ക്കാണ് സിമ്മൊക്കെ ഇവിടെ വരുമ്പോൾ എടുക്കാനുള്ള റേറ്റ് കൂടും. അതൊക്കെ ഡിപ്പെൻസ് ആണ്. അതാണ് ഏകദേശം. പക്ഷേ എന്നാലും ഓക്കെ, ഇവിടെയൊക്കെ ജീവിക്കണമെങ്കിൽ അതൊക്കെ ചെയ്തേ പറ്റൂ, വേറെ വഴിയില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും ഗ്രോസറീസും ഡെയിലി ഐറ്റംസൊക്കെ എങ്ങനെയാണ്. ഇപ്പം ഡെയിലി ഐറ്റംസ് പറഞ്ഞാൽ സ്നാക്സ്, ക്ലീനിങ്, ഇതൊക്കെ ആഡ് ചെയ്താൽ എനിക്ക് തോന്നുന്നു സ്നാക്സൊക്കെ വാങ്ങിച്ചാലും വലിയ പൈസയൊന്നും ഇല്ല. പക്ഷേ ലേസൊക്കെ നല്ല പൈസയാണ്. പിന്നെ അല്ലാതെയൊക്കെ നമുക്ക് ഇത്തിരിയൊക്കെ വാങ്ങണമെങ്കിലും നമുക്ക് എങ്ങനെയൊക്കെ വാങ്ങിച്ചൊക്കെ തിന്നൊക്കെ പോകാം. അതിനുള്ള അഫോർഡബിൾ സാധനങ്ങളൊക്കെ ഉണ്ട്. പീനട്ട്സ് ആയാലും അങ്ങനെയായാലും. പിന്നെ ഡേറ്റ്സിനൊക്കെ നല്ല വിലയാണ്. നട്ട്സ് എല്ലാം നല്ല വിലയാണ്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഗ്രോസറി ഐറ്റംസൊക്കെ നല്ല വില കുറവാണ്. നമ്മൾ ക്ലീനിങ് ഐറ്റംസ് ആണെങ്കിലും ഇപ്പം തൂക്കാനായാലും തുടയ്ക്കാനായാലും ഉള്ള സാധനങ്ങളെല്ലാം നല്ല ചീപ്പാണ്. ബാത്റൂമിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വൃത്തിയാക്കാനും ക്ലീനിങ്ങും അതെല്ലാം ചീപ്പാണ്. അതൊന്നും പേടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് അത് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ടോട്ടലായി ഞാൻ ഒരു മാസം സ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ നോക്കണമെങ്കിൽ ഒരു 500-600 ജെല്ലിലൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോകാം. പക്ഷെ എന്നാലും ബാക്കിയൊക്കെ കൂടുതൽ ഇപ്പോൾ വേറെ വല്ലതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് നമ്മൾ സാധനങ്ങളും ബാക്കിയൊക്കെ വാങ്ങിച്ച് അങ്ങനെയൊക്കെ പോവാം. അപ്രോക്സൊക്കെ അത്ര ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. ഇന്ത്യൻ റുപ്പീസിൽ ഒരു 20,000 രൂപ 20-25 രൂപയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം തട്ടിമുട്ടിയൊക്കെ പോവാം, വേറെ കുഴപ്പമൊന്നുമില്ല. അതാണ് ഇപ്പം എൻ്റെ ഒരു ഇത് പറയാൻ പറ്റുന്നത്. പിന്നെ ഓരോരുത്തരും ഓരോ ഇതാണ്. ഇപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വരാൻ. നിങ്ങൾ വേറെയും വീഡിയോ കണ്ട് റിസർച്ചൊക്കെ ചെയ്ത് എന്താണെന്നൊക്കെ നോക്കി, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ച് ഞാൻ തന്നെ പറഞ്ഞുതരാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഓണസ്റ്റ്ലി പറയുമ്പോൾ ജോർജിയ ചീപ്പാണെന്ന് പലരും പറയും. ബട്ട് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ബിക്കോസ് കുറച്ച് കത്തിയുള്ള രാജ്യം തന്നെയാണ്, ഒന്നും പറയാനൊന്നുമില്ല. നമ്മളെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഓരോന്നും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഇപ്പോൾ നല്ല റിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് പൈസ നിൽക്കില്ല. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയാൽ നമുക്ക് നിൽക്കും. അപ്പം നല്ല രീതിയിൽ ചിലവ് കൂടും. പിന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ചിലവ് ഓക്കെ ആണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇവിടെ കുറേ പേരും നിൽപ്പുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ജോർജിയയെ പറ്റി അറിയാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പം എനിക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ എക്സ്പെൻസീവ് കൺട്രിയാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ചുള്ള വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണും കൂടെ ഓണാക്കി വെച്ചാൽ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് അടിക്കുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.